ഹലോ ഗൈസ്, വി എഫ് എസിന് പോകുന്ന കാര്യം എല്ലാവർക്കും ഭയങ്കര സംശയമായിട്ടുള്ള കാര്യമാണ്. എന്നോടൊക്കെ ചോദിച്ചു, ഞാൻ വി എഫ് എസിന് പോയ ഒരാളാണെന്നുള്ള നിലയിൽ എനിക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഞാൻ നല്ല രീതിയിൽ ടെൻഷൻ അടിച്ച് എന്നെ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിച്ച് ഇൻ്റർവ്യൂ കാണുമെന്നോ കാര്യങ്ങളൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞ് എന്നെ സത്യം പറയുന്നുണ്ട് നല്ല രീതിയിൽ ഞാൻ പാനിക്കായിരുന്നു പോകാൻ നേരത്ത്. എനിക്ക് ചെന്നൈ വി എഫ് എസ് ഗ്ലോബൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലായിരുന്നു വി എഫ് എസ്. 2 ദിവസം മുന്നേ ഞാൻ അവിടെ എത്തി. നേരത്തെ ചെല്ലണം, ഞാൻ ഉച്ചക്കത്തെ അപ്പോയിൻമെൻറ്റിന് രാവിലെ 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ അവിടെ എത്തി. നിങ്ങൾ ഒരു കാരണവശാലും വി എഫ് എസ് ഗ്ലോബലിൽ പോകാൻ നേരത്ത് പേടിക്കേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് ഞാൻ പറയത്തില്ല. എന്നെ കുറേ നാളുകൾ പറഞ്ഞ് പേടിപ്പിച്ചതാണ്. അവിടുത്തെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നമ്മളെ സാറേന്നാണ് വിളിക്കുന്നത്. നമ്മളെ ഭയങ്കര റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാം ഓക്കെയാണ്. എനിക്ക് നിങ്ങളുടെ ആദ്യം പറയാനുള്ള കാര്യം, വി എഫ് എസിന് പോകാൻ നേരത്ത് കറക്റ്റായിട്ട് നിങ്ങൾ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് പോവുക. ആ കോമ്പൗണ്ടിൽ കയറി കഴിഞ്ഞാൽ ഒരു ചായക്ക് വരെ അവന്മാർ നമ്മളെ പിഴിയാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പിഴിയും. ഞാനും എൻ്റെ കൂട്ടുകാരന്മാർ ഒരു ചായയും 2 മറ്റേ ബിസ്ക്കറ്റ് കൊടുത്ത സാധനം കഴിച്ചതിന് 360 രൂപ. ഞങ്ങൾ മൊത്തം 3 പേര് 2 ബിസ്ക്കറ്റ് ഒരു ചായയും കഴിച്ചതിന് 360 രൂപയും കണ്ട 260 360 രൂപ കണ്ട ഒരാൾക്ക് എങ്ങാണ്ട് 200 രൂപ അടുപ്പിച്ചെങ്ങാണ്ടായി. 260 എൻ്റെ ഒരു തോന്നല് കേട്ടോ. ഒരു ബിസ്ക്കറ്റിന് 120 രൂപ. ഇത്ര ചെറിയൊരു ബിസ്ക്കറ്റിന് നിങ്ങൾ സമാധാനത്തെ ആഹാരമൊക്കെ കഴിച്ച് പെയ്യെ വി എഫ് എസ് ഓഫീസിൽ വി എഫ് എസ് ക്ലോബിലേക്ക് പോകേണ്ട ആവശ്യമേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിച്ച് അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ പോയെന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ കയറ്റത്തില്ല. നമ്മൾ ഇച്ചിരി താമസിച്ചെന്നും പറഞ്ഞ് വലിയ പ്രശ്നമൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ആയില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമുക്കവിടെ ഡേറ്റ് തന്ന് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് സമയം തന്ന്. എനിക്ക് 1:15 ഞാൻ അതിനകത്ത് കയറിയതിന് ശേഷം നമ്മളിപ്പം നമ്മുടെ ഒരു കയറി ചെല്ലുമ്പം നമുക്ക് 2 ഓപ്ഷനുണ്ട്. നമുക്ക് പ്രീമിയം എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രീമിയം എടുക്കാം, നോർമലായിട്ട് ഡേറ്റ് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് സബ്മിറ്റ് ചെയ്യാം. പ്രീമിയം എടുക്കുമ്പം നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോഞ്ച് ഉണ്ട്. ഈ പറഞ്ഞ ചായയും കോഫിയും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ ചെറിയ സ്നാക്സും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അതെല്ലാം നമുക്ക് കഴിക്കാം ഫ്രീ ഓഫ് കോഴ്സ്. ഫ്രീ എന്നല്ല, നമ്മുടെ ഇതാ മേടിച്ചിട്ട് തന്നെ. എങ്കിലും പ്രീമിയം ലോഞ്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജുകളിൽ ഒന്നാണത്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് ആൾക്കാർ നമുക്കെല്ലാം കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്ത് തരും. നമ്മൾ ടെൻഷൻ അടിക്കുകയോ പാനിക്കാവേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ആദ്യമേ ചെല്ലുമ്പോൾ തന്നെ ഒഴിക്കും, എന്താ സാർ പ്രീമിയം വേണോ അതോ നോർമലാണോ? അപ്പോൾ നമ്മൾ പറയണം. ഞാൻ പേഴ്സണലി പറഞ്ഞത് പ്രീമിയം ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അപ്പോയിൻമെൻറ്റ് നേര് തലേ ദിവസമായിരുന്നു. ഇപ്പോൾ എനിക്ക് 21-ാം തീയതി അപ്പോയിൻമെൻറ്റ്, അവന്മാർക്ക് 20-ാം തീയതി ആയിരുന്നു അപ്പോയിൻമെൻറ്റ്. അതുകൊണ്ട് അവന്മാർ പ്രീമിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പക്കയായിട്ട് അടുക്കി പെറുക്കി വെച്ച് തരും എന്നുള്ള രീതിയിലുള്ള സംസാരമായിരുന്നു. നല്ല കിടിലം ഒരു തമിഴ് ചേട്ടനായിരുന്നു. നല്ല സംസാരമായിരുന്നു. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തെന്ന്. ഡോക്യുമെൻറ്റ്സ് ചോദിക്കും, നമ്മൾ എടുത്തു കൊടുക്കും. അവിടെ ചെന്ന് നമ്മൾ വിറയ്ക്കുകയോ പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ചോദിക്കുന്നതിന് കൂളായിട്ട് ഉത്തരം പറയുക. അല്ലാതെ വി എഫ് എസ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ നമ്മളെ പിടിച്ച് കടിക്കത്തും തിന്നത്തൊന്നുമില്ല. നമ്മൾ അവരെ പിടിച്ച് കടിക്കുകയും തിന്നുകയും ചെയ്യാതിരുന്നാൽ മതി. ആൾക്കാർ എന്നെ നല്ല രീതിയിൽ പറഞ്ഞ് പീഡിപ്പിച്ചത്, എടാ നീ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കാൻ പോകല്ലേ, നീ സ്റ്റുഡൻ്റ് എന്ന് തന്നെ പറയണം കേട്ടോ. അവർ എൻ്റെ പേരെന്തുവാന്ന് പോലും അവർ ചോദിച്ചില്ല. സത്യം പറയാം. ഡോക്യുമെൻ്റ് ഉണ്ടോ? ഉണ്ട്. ഇന്ന ഡോക്യുമെൻ്റ് പറയും. ആ ഡോക്യുമെൻ്റ് എടുത്ത് കയ്യിലോട്ട് കൊടുക്കുക. നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പോലും അവർ ചോദിച്ചില്ല. എൻ്റെ പേഴ്സണലി ചോദിച്ചില്ല. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതിൻ്റെ മറ്റേ കോപ്പി എടുത്ത് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച സാധനമാണ് ചോദിച്ചത്. അതെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. നിങ്ങൾ താമസിച്ച് ചെല്ലുകയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് 2-3 മണിക്കൂർ പോസ്റ്റ് ഉണ്ട്. എങ്ങനെ 2 മണിക്കൂറിനടുത്ത് എങ്ങനെ പോലും പോസ്റ്റ് ഉണ്ട്. എനിക്ക് 1:10 അപ്പോയിൻമെൻറ്റ് ടൈം. ഞാൻ 3:30 എങ്ങാണ്ട എനിക്ക് മറ്റേ പുള്ളിക്കാരനെ കാണാൻ പറ്റിയ. അവിടെ അകത്തൊരു സ്ക്രീന് കാര്യങ്ങളെല്ലാമാണ്. അവിടെ ടോക്കൺ നമ്പർ എല്ലാം നമ്മൾ ആശുപത്രി ടോക്കൺ വിളിക്കുന്ന പോലെ വിളിക്കും. സ്ക്രീനെ എഴുതി കാണിക്കും. നമ്മളപ്പോൾ ഏത് പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ ഏത് ഡെസ്ക് ആണെന്നുണ്ടോ അവിടുത്തെ നമ്പർ കാണും. 1, 2 അങ്ങനെ 15 വരെ കാണുന്നുണ്ട്. എനിക്ക് 12, 13 കണ്ടായിരുന്നു തോന്നുന്നു. ആ ചേട്ടനെ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഇന്ന സാധനങ്ങളൊക്കെ വേണം, അതെല്ലാം കൊടുക്കുക, സുഖമായിട്ട് തിരിച്ചു വരിക. വന്ന് കഴിയുമ്പോൾ വരുന്ന അപ്ഡേറ്റ് ലാസ്റ്റ് എൻ്റെ ഇപ്പം വന്ന് നിൽക്കുന്ന ഇപ്പോഴത്തെ സ്റ്റേജ് എൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വന്നു കഴിയുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചോദിക്കും. മെയിലും ഫോൺ നമ്പരും കൊടുക്കാൻ പറയും. പിന്നെ അഡ്രസ്സെല്ലാം എഴുതി കൊടുക്കാൻ പറയും. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യുക. പിന്നെ നമ്മളിതെല്ലാം സബ്മിറ്റ് ചെയ്ത് വീട്ടിൽ വന്ന് കഴിയുമ്പോഴെല്ലാം പിറ്റേന്ന് എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഇത് ഡൽഹി ചെന്നെന്നോ എംബസി ചെന്നെന്നൊക്കെ പറഞ്ഞ ഓരോ മെസ്സേജുകളൊക്കെ വരും. അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ തിന്നുന്നതും കൊല്ലുന്നതും ഭയങ്കര സംഭവമായിട്ടൊന്നും വി എഫ് എസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. എന്നെ കുറേ നാറുകൾ പറഞ്ഞ് പീഡിപ്പിച്ച് വരണ്ടായിരുന്നു ഞാൻ പോയത്. നിങ്ങൾ സമാധാനത്തെ ആഹാരമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് പെയ്യെ പോയാൽ മതി. ഒരു ധൃതിയില്ല. അവർ നമ്മളൊക്കെ ഭയങ്കര ബഹുമാനത്തോടാണ് സംസാരിക്കുന്നത്. നമ്മൾ തിരിച്ചു പാട്ടൊക്കെ അങ്ങനെ തന്നെ സംസാരിക്കണം.
നമ്മുടെ അത് ഓരോരുത്തരുടെ മാന്യതയാണ്. നമ്മളൊക്കെ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാനും വിചാരിച്ചു വലിയ സാറുമാരൊക്കെ ആയിരിക്കും അവരൊക്കെ ഒന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് അറിയാത്ത പേടിച്ചാണ് ഞാനും പോയത്. നമുക്ക് അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പേടിയൊക്കെ വരും, പക്ഷേ ഒന്നുമില്ല, വെറും കൂളായിട്ട് ഡീൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അവിടെയൊക്കെ പോയി പരിചയമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയുന്നത്, അവരൊക്കെ ജസ്റ്റ് ഇതിൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നില്ല, ബ്രോ കാര്യങ്ങളെല്ലാം ചെയ്ത് ഓക്കെ അവർ തിരിച്ചു വരുന്ന പതിവാണുള്ളത്. നിങ്ങൾ മറ്റാരും പറയുന്നത് കേൾക്കണമെന്ന് ഞാൻ പറയത്തില്ല. എൻ്റെ അനുഭവം ഇതാണ്, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത്. അപ്പം കറൻ്റ്ലി എൻ്റെ ഇതുമായിട്ട് ഈ യൂറോപ്പിൽ പോകുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് അപ്ഡേറ്റ്, ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ ഇതാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് ഞാൻ പറയണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാം ചെയ്യണമെന്ന് എനിക്ക് സന്തോഷമാണ്. പിന്നെ നിങ്ങളിത് യൂറോപ്പിൽ പോകാനുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. പ്ലേലിസ്റ്റ് ഞാനൊന്നും ഇതുവരെ പ്ലേലിസ്റ്റ് ആക്കിയിട്ടില്ല, പ്ലേലിസ്റ്റ് ആക്കാം. ഈ കഴിയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ ഗൈസ്, സീ യു.